അനുപമ പരമേശ്വരൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പോർഷൻ വന്നിട്ടുണ്ട്. ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന് പറഞ്ഞ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പോർഷനകത്തും അനുപമ കുറേ അധികം അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. ഇതിൽ തന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് എപ്പിസോഡ് അനുപമ പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴും കുറേ പേര് സഫർ ചെയ്യുന്നു, കുറേ പേര് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പായി രക്ഷപ്പെട്ട് ഒരു റീസ്റ്റാർട്ടിലാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അകത്ത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അനുപമയുടെ ഈ ഒരു പാർട്ട് 2 കേൾക്കുന്നവർ കുറേ ആൾക്കാർ വേണമെങ്കിൽ മിസ്ലീഡ് ആവാം. അതായത് റിലേഷൻഷിപ്പ് കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ഇവൾ വന്നിരുന്നിട്ട് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറ്റം പറയുന്നത്? ഓക്കെ, ഇതൊരു കുറ്റം പറച്ചില്ലല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൽ ധ്രുവിൻ്റെ പേരാണ് പറയുന്നത്, ധ്രുവ് വിക്രമിനെയാണ് അനുപമയുടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെവിടെയും അനുപമ ധ്രുവ് വിക്രമിൻ്റെ പേര് പറയുന്നില്ല, ധ്രുവിൻ്റെ പേര് ഇവരെവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് സംതിങ് ഈസ് ഇൻ ദ എയർ. അത് കുറേ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ ആൾക്കാർ അത് ധ്രുവ് തന്നെയാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടൊക്കെയാണ് തമ്മിലും സെറ്റാക്കി വീഡിയോ ഇടുന്നത്. വാട്ട് എവർ, ഇനി അത് ആരാണെങ്കിലും, ധ്രുവ് ആണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങൾ കണ്ടതോ കേട്ടതോ അറിയാത്തതോ ആയിട്ടുള്ള അനുപമയുടെ ആ ബോയ് ഫ്രണ്ട്, എക്സ് ബോയ് ഫ്രണ്ടിന് കൊടുക്കുന്ന ആ ഒരു സ്പേസ് പോലും നിങ്ങൾ അനുപമയുടെ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ അവർ സഫർ ചെയ്തതിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ആൾക്കാരോട്. അവർക്ക് ചുമ്മാ വന്നിരുന്ന് ഫണ്ണായിട്ട് പറഞ്ഞിട്ട് പോകാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങളിതിനെ കാണുന്നുണ്ടോ? സീരിയസ്ലി അങ്ങനെയല്ല. നാർസിസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് മാത്രം വരുന്നൊരു സാധനമായിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട, അതിൽ പ്രൊവോക്ഡ് ആവണ്ട. ചിലപ്പോൾ ഒരു വീട്ടിലൊരു നമുക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു അമ്മ, ഒരച്ഛൻ, അങ്ങനെയുള്ളവരും ഉണ്ടാവൂടെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സഫർ ചെയ്യില്ലേ? ഇത് രണ്ട് പാർട്ട്നേഴ്സായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ഇടയിൽ മാത്രം വരുന്നതല്ല, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ. ഏത് റിലേഷൻഷിപ്പ്, അച്ഛൻ അമ്മ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മക്കൾ സഫർ ചെയ്യും. ബിക്കോസ് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അപ്പം അത് വേറെ ഒരു ഡയമെൻഷനിലാണ് ഈ സാധനം കിടക്കുന്നത്. ആൻഡ് ഇത് എന്താ പറയുക, മെഡിക്കലി പ്രൂവ് ചെയ്ത് ഒരാളെ അസസ് ചെയ്ത് ഇതിൻ്റെ ക്യൂർ കൊണ്ടുവന്ന് അതിനൊക്കെ കുറച്ച് പാടാണ്. ഡയഗ്നോസ് ചെയ്യാനേ ഭയങ്കര വിഷയമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ളൊരു സാധനം അവർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് കേട്ടിട്ടെങ്കിലും കുറച്ച് ആളുകൾ അവരിപ്പോൾ ഇരിക്കുന്ന കറൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു ഇൻറ്റൻഷനാണ് അവിടെ വയ്ക്കുന്നത്. അല്ലാതെ ബ്രേക്കപ്പായി ബോയ് ഫ്രണ്ടിനെ കുറ്റം പറയാം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നാർസിസ്റ്റിക് നേച്ചറുള്ള ഒരാളാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നുള്ളൊരു സാധനം കൊണ്ടുവന്ന് വെച്ച് അയാളെ ഇമേജ് ടാർണിഷ് ചെയ്യാനൊന്നുമല്ല നോക്കുന്നത്. ഓക്കെ, വേറെ ആളുകൾക്ക് അവരുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇത്രയും കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ മോനെ, ഈ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കുറേ പോസിറ്റീവാണ്, ഒരു 90% പോസിറ്റീവ്, പക്ഷേ ഒരു 10% ഇതേപോലത്തെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഇവളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ചിരിയാ വരുന്നത്. പ്രേമം ഇറങ്ങിയ സമയത്ത് ഇവൾക്ക് കോട്ടയം CMS കോളേജിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും സിനിമ ഹിറ്റായ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്നും പിന്മാറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിലും ഒരു റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കായി കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് അയാളെക്കുറിച്ച് മോശം പറയുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല. കേൾക്കുമ്പോൾ രണ്ടാളുടെയും സൈഡ് കേൾക്കേണ്ടി വരും എന്ന് ഇതേപോലെ ഇനി കുറേ കോമെൻറ്റുകൾ ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം. ഇങ്ങനെ കുറേ എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്? ഒരു ബ്രേക്കപ്പായിട്ട് കഴിഞ്ഞ് പോയതിനാണോ നിങ്ങൾ അവരൊരു വെറും ബ്രേക്കപ്പിൽ നിന്ന് തിരിച്ച് ലൈഫിലേക്ക് കയറി വന്ന ആളല്ല. ഓപ്പോസിറ്റുള്ള പേഴ്സൺ അന്യനമ്പി റെമോ കളിച്ച് അതിൽ നിന്ന് ഫിസിക്കലി മെൻ്റലി അബ്യൂസിൽ നിന്ന് സഫർ ചെയ്ത് അതിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരാളാണ്. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ നമ്മൾ കേൾക്കണം, അവർക്ക് പറയാനുള്ളൊരു സമയമെങ്കിലും നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ഈ പാർട്ട് 2ൻ്റെ കുറച്ച് പോർഷനിലേക്ക് പോവാം. നമ്മൾ ഒരു ആക്ടറാണ്, ലോകം മൊത്തം നമ്മളെ പല പേരുകളും വിളിക്കും, സ്ലട്ട് ഷേമിങ് യു. ബട്ട് ഇമാജിൻ യുവർ ഓൺ ബോയ് ഫ്രണ്ട് സ്ലട്ട് ഷേമിങ് യു ബിഫോർ ഗോയിങ് ഓൺ ടു എ സ്റ്റേജ് ആൻഡ് ഹാവിങ് ടു ടോക്ക്. 2 years of my life, last 2 years,
I've been constantly pretending that I'm okay. ഞാൻ ആക്ച്വലി ഇപ്പം ഇരുന്ന് ഞാൻ സംസാരിക്കുന്ന ഞാനില്ലേ, ഈ ഞാൻ തന്നെയാണ് വീട്ടിലെ ഞാനും, ഈ ഞാൻ തന്നെയാണ് ലൊക്കേഷനിലെ ഞാനും. I don't wear a mask and walk out of the house. I am the same person. But last 2 years, I have been pretending that I'm okay. And once I did not. അതാണ് പർദ്ദയുടെ ഏതൊരു ഇവൻറ്റിൽ ഞാനൊരു ചുമന്ന ചുരിദാർ ഇട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്തോ ഒരു ചോദ്യം ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ I started crying. ഞാനങ്ങനെ ജനറലി സ്റ്റേജിൽ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും കരയുന്ന ആളൊന്നുമല്ല. I started crying. That's because I was just told the most awful things that a woman can listen to. Just before I walked onto the stage to talk and promote my film, a small film like Parda. ആ സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിലിരുന്ന് വളരെ ഹാപ്പി പോസിറ്റീവായിട്ട് ചിരിച്ച് സംസാരിക്കേണ്ട ഒരവസ്ഥയില്ലേ. പീപ്പിൾ മോക്ക്ഡ് മീ ഫോർ ദാറ്റ്. അതിന് എന്നെ ഒരുപാട് അവർ പറഞ്ഞു സിമ്പത്തി കാർഡ്, അയ്യോ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി. ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് പർദ. ഇറ്റ് ഈസ് വാട്ട് ഐ വാസ് ഗോയിങ് ത്രൂ ഇൻ മൈ റിയൽ ലൈഫ്. There are n number of situations where like more than 100 situations where I can sit and explain this is it. Illa 5 situation ketta madi. You'll understand how bad narcissistic abuse is. See, ഇതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. നമ്മളൊരു സക്സസ് എന്നുള്ളൊരു ഫേസിൽ നിൽക്കുകയാണ്. വേറെ കുറേ പേര് ചിലപ്പോൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവും. നമ്മളതെന്ന് വിചാരിക്കുന്നത് നമ്മളുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള, ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മുടെ പാർട്ട്ണർ, വേറെ ആരുമല്ലേ, നമ്മളെ പാർട്ട്ണർ തന്നെ നമ്മളെ സ്ലട്ട് ഷെയിം ചെയ്ത് കയറ്റി വിടുക സ്റ്റേജിലേക്ക്. ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്. അനുപമ ഇത് പറയുമ്പോൾ ആ സെയിം ടൈമിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇവിടെ വയ്ക്കാം. ഈ പർദ എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റേജിൽ അനുപമ കരയുന്നതിൻ്റെ വിഷ്വൽസ് ആർ വെരി എവിഡൻറ്റ്. അന്ന് ആർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ കുറേ നോക്കി എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ പറയുന്നത്. അപ്പം ശരിയാണ്, അനുപമേനെ കുറ്റം പറയുന്നത് PR സ്റ്റണ്ടാണ്, സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് വരുന്നത് അനുപമയ്ക്കെതിരെ. പക്ഷെ അവർക്ക് അന്ന് പറയാൻ പറ്റിയില്ല, അവരിപ്പോൾ പറഞ്ഞു. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും അതിങ്ങനെ ഒപ്പിവെച്ച പോലെ പല സാധനങ്ങളും മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തെടുത്ത് വെച്ച് നോക്കാൻ പറ്റും. ആ പൊട്ടിയുള്ള കരച്ചിൽ തന്നെ ഉണ്ട്. അതായത് ആ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചതോ പെട്ടെന്ന് അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് മുളക് പൊടി ഒന്ന് കണ്ണിൽ വീണതൊന്നും അല്ല. അത് വേറെ എന്തോ ആലോചിച്ച് അവർ ഔട്ട് ഓഫ് സോൺ പോയിട്ട് കരയുകയാണ്. പ്രൊഫഷണലി അവർക്ക് അവിടെ കയറി അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യണം, ആ പ്രൊമോഷൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മളെ ജോലിക്ക് വരെ വിലങ്ങുന്നടിയാവുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും വലിയൊരു ട്രോമ കേട്ടിട്ട്, സ്ലട്ട് ഷെയിമിങ് കേട്ടിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഈ ജേർണലിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഓൺലൈൻ മീഡിയാസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ക്യാമറയുടെ ലെൻസുകളോ ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക്. അല്ലെങ്കിൽ ഇതൊക്കെ ആരനൊക്കെ പ്രഷറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ കരഞ്ഞു പോയില്ലേ. ഈ സിറ്റുവേഷൻ കടന്നു പോയ ഒരാൾ, ഈ സിറ്റുവേഷൻ സഫർ ചെയ്ത ഒരാളോട് നോക്കിയിട്ട് നിങ്ങൾ പറയുകയാണ് ആ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചെക്കനോ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് 10 കുറ്റം പറ. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പറയാനിടയിൽ അതിന്? നിങ്ങൾ ആ പൊസിഷനിൽ ആ സിറ്റുവേഷനിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് റിലേഷൻഷിപ്പ് ഇസ് നെവർ സ്റ്റേബിൾ. അതായത് ദിസ് ഇസ് നോട്ട് സ്റ്റേബിൾ. ഇറ്റ്സ് ലൈക്ക് എയ്തർ ഭയങ്കര ഹൈ അല്ലെങ്കിൽ ഭയങ്കര ലോ. ദർ ഇസ് നോ നോർമൽ ടു ഇറ്റ്. അപ്പോൾ ദർ ആർ ടൈംസ് വെയർ ദിസ് പേഴ്സൺ വുഡ് ലൈക്ക് ലെറ്റ്സ് എൻഡ് ദിസ് അത് ഇതെന്നൊക്കെ പറഞ്ഞു പോകും. 2 days later ലൈക്ക് ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് യു ബേബി. ഹൗ ഡു യു എക്സ്പെക്ട് മീ ടു ലിവ് വിത്തൗട്ട് യു? ഐ വിൽ നെവർ ലീവ് യു എന്ന് പറഞ്ഞു വരും. And then this patch up again happens. It keeps happening. There was a point in this year where, again, when all this abuse was happening, I was going through my own battles in my life. When you're going through extreme anxiety and stress, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും 10% എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു 70% കൂടും. ഫിസിക്കലി ഈ ആങ്സൈറ്റി കാരണം ഈ അബ്യൂസ് കൊണ്ട് ഉണ്ടാവുന്ന ഫിസിക്കലായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഐ വുഡ് ഹാവ് ലൈക്ക് എൻ്റെ കാല് പാനിക് അറ്റാക്സ്, ആങ്സൈറ്റി അറ്റാക്സ്, യെസ്, ബ്ലാക്ക് ഔട്ട്സ് കോൺസ്റ്റന്റ് ആയിട്ട്. പിന്നെ ഐ വാസ് ലൂസിങ് ലോട്ട് ഓഫ് വെയിറ്റ്. ഇതൊന്നും നേരത്തെ സംഭവിച്ചിട്ടില്ല. None of this. I was a happy child. I was a normal child. I would chill in my life. അങ്ങനെയാണ്. നമ്മുടെ കാല് പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങും, നമ്മുടെ കൈ വിറയ്ക്കാൻ തുടങ്ങും. യു കാൺട്ട് ഈവൻ കൺട്രോൾ ഇറ്റ്. എൻ്റെ റൈറ്റ് ഐ സ്റ്റാർട്ട് ട്വിച്ചിങ്. We had to stop shooting because of stress and കണ്ണ് ട്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. യു കാൺട്ട് ഈവൻ സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പിന്നെ ദർ ആർ സോ മച്ച് നമ്മുടെ ഗട്ട് ഇഷ്യൂ ബിക്കോസ് ലൈക്ക് ഐ വാസ് നോട്ട് ഈറ്റിംഗ് എനിത്തിങ് ബിക്കോസ് ഞാൻ എന്ത് കഴിച്ചാലും
some conversation would happen and it will trigger my anxiety. I'll throw up. And I lost so much weight. Like Madonna told, no? I lost so much weight. I was crying every single night for hours and hours, and I will have to get up and go for shoot. And all of a sudden, my lacrimal gland, the kannir grandhi, a kannir grandhi, ivadam vare irangi vannairunnu. It's swollen, and I had to get a surgery done. If you see the promotions of Parda and all, you can see one side of my eye with like a very big swollen. Both sides would be swollen. My lacrimal gland itself fell off from there. And then we had to stitch it back. And there is a lot more. Like, Namako already, I was going through some other physical scenario. You will expect some sort of kindness from your partner when you go through a lot of pain in your life. Nothing. Adilengilum kuഴപ്പമില്ല, but more destruction. അതായത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ കടന്നു പോയ ഒരാൾ ആദ്യം ചിന്തിക്കുക ലൈഫ് എൻഡ് ചെയ്യാനായിരിക്കും. സീരിയസ്ലി ഇവർക്ക് ഇനി അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി അങ്ങനത്തെ കേസുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിന് ഞാൻ ജീവിക്കണം, എനിക്ക് സർവൈവ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. കാരണം എന്താ, എല്ലാം കിട്ടേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത് നേരെ ഉൾട്ട. നമ്മളെ ബ്ലെയിം ചെയ്യുക, നമ്മളെ കുറ്റക്കാരനാക്കുക, കുറ്റക്കാരിയാക്കുക, ചുറ്റുപാട് എന്ത് നടന്നാലും അത് നമ്മളെ കുറ്റം കൊണ്ടാന്ന് പറയുക. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണ് ഇത് ഭയങ്കര വേഴ്സ്റ്റായി പോകുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവരിപ്പോൾ ഈ പറഞ്ഞതേക്ക് നേരത്തെ സ്റ്റേജിലിരുന്ന് കരഞ്ഞത് എങ്ങനെയാണോ വിഷ്വൽസ് ഉള്ളത്, അതുപോലെ തന്നെ ഇവരുടെ ഈ ഗ്ലാൻസ് ഇവിടുന്ന് ഇറങ്ങി വന്നത്, കണ്ണീർ ഗ്രന്ഥി ഇറങ്ങി വന്നത് നമുക്ക് വീഡിയോയിൽ വളരെ വിസിബിളാണ്. ഓക്കെ, അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ പറഞ്ഞതിൽ ചിലർക്ക് പറയാം, ഓ എന്ത് പച്ച നുണയെ അവൾ വിളിച്ച് പറയുന്നത്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇതുകൊണ്ട് ഇറങ്ങി വരില്ല ഈ ഗ്ലാൻഡ് എന്നൊക്കെ. സി ഇറ്റ്സ് ദെയർ. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അന്യൻ അമ്പി റെമോ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ. ഈ അന്യൻ അമ്പി റെമോ എന്ന് പറഞ്ഞ സാധനം ഇവർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയും, നമുക്കൊരിക്കലും ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ അന്യൻ മുഖം കാണാൻ പറ്റില്ല. നമുക്ക് അയാളുടെ ഒന്നില്ലെങ്കിൽ അമ്പി അല്ലെങ്കിൽ റെമോ മാത്രമേ കാണാൻ പറ്റൂ. അത് മാത്രം നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കാരണം അന്യൻ കണ്ടത് ഈ ലേഡിയാണ്, ഇവരാണ് ഈ മൂന്നും കണ്ടത്, അതിൽ തന്നെ അന്യൻ കണ്ടത് ഇവരാ. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ആ ഒരു ഡിസ്ട്രക്ഷൻ പറയുകയാണ്, ലൈഫിൽ സംഭവിച്ച പൊട്ടിത്തെറി, ആ ഒരു തകർച്ചേനെ കുറിച്ച് പറയുകയാണ്. ലൈഫ് എങ്ങനെ, അതായത് അവരങ്ങനെ നോർമലി ഇങ്ങനെ എന്താ പറയുക കരഞ്ഞ് വീഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി ലൈഫ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഓ ബ്രേക്കപ്പ് ആയപ്പോൾ ചെക്കനെ കുറ്റം പറയാൻ വന്നു, ഈ ലൈനിൽ എടുക്കാതിരിക്കണേ പ്ലീസ് കേട്ടല്ലോ. ഇത് എഗെയിൻ ഒരു സിറ്റുവേഷൻ ലൈക്ക് പ്രണയിക്കുന്ന 2 പേർ എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ മാറ്റും. ഒരു വീട്ടിലൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ, അങ്ങനെ ട്രെയ്റ്റ്സ് കാണിക്കുന്ന ഒരു അച്ഛനോ ഒരു അമ്മയുണ്ടെന്ന് വിചാരിച്ചു. ആ മക്കൾ എത്ര സഫർ ചെയ്യും, അവരെവിടെ പോയി പറയും ഇതിൻ്റെ പ്രശ്നങ്ങൾ? അവർക്ക് മനസ്സിലാവുമോ? അത് നമ്മളെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നിനെ നമ്മുടെ പാരൻസ് ആവും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആവും, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും അങ്കിളോ ആൻറ്റിയോ ആയിരിക്കും അങ്ങനെ ഈ ഒരു ട്രെയ്റ്റ്സുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്ന നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അയാളുടെ ഒപ്പം ഒരു 10 സെക്കൻഡ് പോലും നമുക്ക് ശരിക്കും കടന്നു പോകാൻ പറ്റില്ല. അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, ഞാൻ പറയുമ്പോൾ എന്താ പറയുക, അവർ ഈ അന്യൻ അമ്പി റെമോ വെറുതെ അല്ല അനുഭവം പറഞ്ഞു. അവർ പെട്ടെന്നുണ്ടല്ലോ ഈ ഷേപ്പ് ചേഞ്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായേ, ആ മ്യൂട്ടൻസിലൊക്കെ ഉണ്ടല്ലോ സാധനങ്ങൾ, അതുപോലെയാണ്. പെട്ടെന്ന് മാറും ഒരാൾ, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ അടുത്ത ക്യാരക്ടർ പിടിച്ച് പോകും. ഇമോഷൻസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് മാറും. നമുക്കൊരിക്കലും നമ്മളെ കൺവിൻസ് ചെയ്യും അവരത്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അയ്യോ എന്തൊരു കരച്ചിൽ അവർ കരയണേന്ന് പറഞ്ഞിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യും. ദേഷ്യം വന്നാൽ ഇത് ഭയങ്കര ദേഷ്യം, ശരിക്കും സങ്കടം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, അതിങ്ങനെ വിരലിൽ ജൊട്ടിക്കുന്ന സമയം കൊണ്ട് അവർ മാറ്റിയിടും. Some point I have also told, see I don't care, like ഞാൻ നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഐ എം സെയിങ് ഐ വോണ്ട് ടു ലിവ്, എനിക്കത് പറ്റുന്നില്ല. ഇഫ് യു വോണ്ട് യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ അവർ വിടില്ല. ബട്ട് സ്ലോലി വാട്ട് ദേ ഡു ഇസ്, അവർ ചുറ്റുമുള്ള സർക്കിളിൽ they try to make you the problem. You understand? They want to portray you as the problem. And this kept happening, and all of a sudden, I had to see something so bizarre
which I cannot rationalize in my head yet. എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് അതെന്താണെന്ന് എനിക്കറിയില്ല. That is when everything erupted. അതായത് whatever I saw triggered something so big in that person that it erupted. And then families had to get involved. അപ്പോഴും I am still like, അയ്യോ എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, I am so attached, I'm like, I will go for therapy, I will do everything possible. നമ്മൾ ഈ addicted സോണിലാണുള്ളത്. And then the conversation of breakup was happening, but then he was like, no, I can't make a decision right now. There was no clarity. പറ്റിയ പരിപാടി തെറാപ്പിക്ക് പോലെ. ഇതിന് തെറാപ്പിക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഭയങ്കര നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ തെറാപ്പിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ ഒരു തെറാപ്പിസ്റ്റൊന്നും അവരെ മൈൻഡ് ക്ലിയർ ചെയ്യാനോ അവരെ പറഞ്ഞ് ഓക്കെ ആക്കാനോ ഇല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ആ ഒരു പേഴ്സണാലിറ്റി സാധനം പുറത്തെടുക്കാൻ പോലും അവരെ കൊണ്ട് സാധിക്കില്ല. ഐ എം ഷുവർ ഷോട്ട്, ഞാൻ കാര്യമായിട്ട് പറയും, നടക്കൂല. കാരണം ഇവരവരെ കൺവിൻസ് ചെയ്യും. ഏറ്റവും ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ സീൻ എന്താ പറയുക, ഇവർ കൺവിൻസ് ചെയ്യൂടെ, പറഞ്ഞ് കൺവിൻസ് ചെയ്യും. നമ്മളെ സ്നേഹത്തിൽ പൊതിഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയും. മനസ്സിലായോ? അങ്ങനെ കൺവിൻസ് ചെയ്ത് കളയും. അപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിൽ ദിസ് ഈസ് ദ എൻഡ്, ഇത് കഴിഞ്ഞു, ഇത് ഫുൾ സ്റ്റോപ്പാണ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അവിടെ വെച്ച് അന്യൻ അമ്പി റമോ ഏതാന്നുള്ളത് അവരെ മൂഡ് പോലെ ഇരിക്കും. അതിൽ അന്യനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റമോ അമ്പിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അന്യം വന്ന ലൈഫ് ലോങ് പിന്നെ ത്രട്ടാ. കാരണം ഈ അന്യൻ പിന്നെ ആ വ്യക്തിയോട് മാത്രമായിരിക്കും. അവൻ വിട്ടിട്ട് പോയാലും നിർത്തിപ്പോയാലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയാലൊക്കെ ആ ഒരു അന്യൻ സാധനം എപ്പോഴും ഒരു റിവെഞ്ച് സാധനം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കാരണം തന്നെ മനസ്സിലാക്കിയിട്ടാണ് പോണേ ഇവർ. ഇയാളുടെ സ്വഭാവം, ഈ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇറങ്ങി പോവാണ്. ഇനി ഇതുവരെ 10 ആളോട് പറയുമോ? ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ എങ്ങനെ ബാധിക്കും? ഈ ചിന്ത വരുമ്പോൾ ട്രിഗറാവും. ഓക്കെ, We tried taking a couple therapy together. And I understood this person was not the real self in the therapy. And after that, I've asked this person also, let's go for a couple therapy and figure it out. That person didn't, I don't know why that person didn't show interest, but he was not ready for it. I wonder probably he found certain things about himself during the therapy. അതാണല്ലോ ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തത് ഇങ്ങനെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തെറപ്പിക്ക് സമ്മതിക്കുക എന്ന് പറയുന്നത് റെയറാണ്. ഇനി തെറപ്പിക്ക് സമ്മതിച്ചാലും അവരവിടെയും ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാണോ, അവര് പ്രസന്റ് ചെയ്യാണോ നമുക്കറിയില്ലല്ലോ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അവർക്ക് they don't sometimes you call it a disorder, narcissistic disorder. അതൊരു ഡിസോർഡർ ആയിട്ട് പറയും നമ്മൾ. പക്ഷേ ഇസ് ഇറ്റ് ആക്ച്വലി എ ഡിസോർഡർ? കാരണം അവർക്ക് റൂമിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് നന്നായിട്ട് എല്ലാവരുടെ അടുത്ത് ഭയങ്കര ഹമ്പിളായിട്ട് കൈൻഡായിട്ട് സംസാരിക്കാൻ അറിയാം. എന്താണ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഡിസോർഡർ ആണെങ്കിൽ ഇറ്റ്സ് സംതിങ് യു കാൻ കൺട്രോൾ, റൈറ്റ്? Disorder is something you can't control. But then why? Why do they behave so different outside, and then why do they behave so different inside? They're two different people. ടൂ ഒന്നുമല്ല, ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പല സാധനങ്ങളും കാണിക്കും. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ ഷേപ്പ് ചേഞ്ചേഴ്സിനെ പോലെ ഇവർ ഇമോഷനും ഇവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും അതൊക്കെ മാറും. നമുക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട നേരം കൊണ്ട് ഇവർക്ക് മാറ്റാൻ പറ്റും, കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ എഗെയിൻ പറയുന്നു, ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ആണോ പെണ്ണിൻ്റെ ഇടയിൽ ഒരാൾ നാർസിസിസ്റ്റിക് ആവുന്നത് മാത്രമല്ല ലോകത്ത് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ നോക്കി കാണേണ്ടത്. ഓക്കെ, അത് ഒരു വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഇങ്ങനത്തെ വ്യക്തികളെ എവിടുന്ന് വേണേ എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടാം. ഒറ്റ കണ്ടുമുട്ടലുകൊണ്ട് ഇവരങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ദേ വിൽ ഹൈഡ്. പതുക്കെ നമ്മൾ ആ വ്യക്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇതിൻ്റെ ട്രെയ്റ്റ്സ് മനസ്സിലാവുന്നത്. ഇനി അതാവില്ല, ചിലപ്പോൾ നമുക്ക് ട്രെയ്റ്റ്സ് നമുക്ക് മനസ്സിലാവില്ല. ലേറ്റർ ഓൺ ആ വ്യക്തിക്ക് നമ്മളുടെ ജീവിതത്തിലൊരു ഇൻഫ്ലുവൻസ്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ആ വ്യക്തി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുത്ത് അത് അവരറിഞ്ഞു തുടങ്ങുമ്പോൾ ഈ ക്യാരക്ടർ പുറത്ത് വരും. അപ്പം നമ്മൾ സഫർ ചെയ്യും. ആ സഫർ ചെയ്തതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അത് സഫറിങ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓപ്പോസിറ്റുള്ള ആൾ വളരെ നാർസിസിസ്റ്റാണ്. ഇയാൾ ചെയ്യുന്ന പരിപാടികൾ നമ്മളെ ഭയങ്കര ബാഡായിട്ട്, അതായത് ഞാൻ എൻ്റെ സെൽഫിനെ നഷ്ടപ്പെടുത്തുകയാണ് ഇയാൾക്ക് വേണ്ടിയിട്ടെന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
അത് ചിലപ്പോൾ ഭാര്യയാവാം, ഓപ്പോസിറ്റ് ഭർത്താവാം, ലവറാവാം, ഏട്ടനാവാം, അനിയത്തിയാവാം, അമ്മയാവാം, അച്ഛനാവാം, ചിലപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആവാം ചിലപ്പോൾ. മനസ്സിലായോ? അല്ലെങ്കിൽ ഓഫീസിൽ അപ്പുറത്തുള്ളൊരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആവാം, അങ്ങനെ ആരും ആവാം. അപ്പോൾ ഒന്നിത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളല്ലാതെ ആവുന്നത് വേറൊരു വ്യക്തി കാരണം. ആ വ്യക്തി സ്നേഹം തന്ന് നമ്മളല്ലാതെ ആയാലും നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അയ്യോ എന്തൊരു സ്നേഹമല്ലേ അയാൾക്ക് എന്നോട്, അപ്പം അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം ഒഴിവാക്കുക ലൈഫിൽ നിന്ന്. നോ, ചിന്തിക്കപ്പോൾ അയാൾ സ്നേഹം നടിച്ച് നിങ്ങളെ കൊണ്ട് ഇത് ഒഴിവാക്കിപ്പിച്ചാണെങ്കിലോ. ഗോട്ട് മൈ പോയിന്റ്? അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, എന്താണെങ്കിലും വെൽഡൺ അനുഭവം, രക്ഷയില്ല. പിന്നെ ധ്രുവിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പേളിമാണിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കുറേ പേര് പോയി കമൻറ്റും സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. സ്ക്രീൻഷോട്ട്സൊക്കെ ഞാൻ വെക്കാം. പല ഫൈൻഡിങ്സും നടത്തുന്നുണ്ട്. അൺടിൽ അൺലെസ് ഇത് അനുപമ ആരാന്ന് പറയാത്തിടത്തോളം കാലം അയാളെ വഴിക്ക് പോട്ടെ, അയാളെ വഴിക്ക് വിട്. അനുപമ പറഞ്ഞതിലൂടെ ഒരു വ്യക്തിയുടെ ലൈഫ് തകർന്നില്ലാതായി. നോ, അനുപമ പറഞ്ഞത് ഇനി 10 പേർക്ക് നല്ല ലൈഫ് കിട്ടാനാണ്. അത് ആ സെൻസിൽ എടുത്താൽ മതി. ആൻഡ് ഇത് പറഞ്ഞ അനുപമേനെ നിങ്ങൾ ഒട്ടും ലൈറ്റായിട്ട് എടുക്കണ്ട. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ആ ഒരു റഡാറിനകത്തായിരിക്കും നിങ്ങളുടെ ജീവിതം എപ്പോഴും. മനസ്സിലായോ?